ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നല്ല നാടൻ കുഞ്ഞി മത്തി ഉപയോഗിച്ചിട്ടുള്ള ഒരു അടിപൊളി മീൻകറിയാണ്. അപ്പം നല്ല തിക്ക് ഗ്രേവിയുള്ള ഈ മീൻകറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അപ്പം ഇതിന് വേണ്ടി ഒരു മൺപാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. 4 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ഇതൊരു കുഞ്ഞു സവാള നേരിയതായി കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാളയൊക്കെ ആണെങ്കിൽ പകുതി എടുത്താൽ മതി, ഒത്തിരി ഒന്നും ചേർക്കേണ്ട. ഇനിയിപ്പോൾ ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെയൊക്കെ പച്ചച്ചവ മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഈ പൊടികളുടെയൊക്കെ പച്ചച്ചവ മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 2 വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ തക്കാളി നന്നായി ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ ഇത് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. തക്കാളി നന്നായി വെന്തുടയണം. ഇപ്പോൾ തക്കാളിയൊക്കെ ഇവിടെ നന്നായി വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയൊന്ന് ഉടച്ചു കൊടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമ്മളിത് ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കുകയാണ് വേണ്ടത്. എന്നാലാണ് നല്ല തിക്ക് ഗ്രേവിയുള്ള കറി നമുക്ക് കിട്ടുക. അപ്പോൾ തണുക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. തണുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ചേർക്കാം. അപ്പം ഇനി ഇത് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിതിവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മീൻകറി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചട്ടിയിലോട്ട് ചേർത്തിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ. ഇപ്പൊ ഇതൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പച്ചമുളകൊക്കെ ഒന്ന് വാട്ടിയെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ മീൻകറിയിലൊക്കെ ഒത്തിരി കറിവേപ്പിൻ്റെ ഇല ചേർക്കട്ടെ, അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടി കിട്ടും. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിൽ എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ആൾറെഡി ഇത് നന്നായി വഴറ്റിയെടുത്തതാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതിൽ എണ്ണ തെളിഞ്ഞ് വന്നോളും. അപ്പോൾ എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി വേണ്ടത് കൊടംപുളിയാണ്. അപ്പം ഞാനിവിടെ വലിയൊരു കൊടംപുളിയുടെ ചുളയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ചെറുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 എണ്ണമൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ചെറിയ പീസായി കട്ട് ചെയ്തിട്ടാണ് കൊടംപുളി ഇട്ടിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. മീനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളമാണ് ഞാൻ ചേർത്തത്. അപ്പോൾ നമുക്ക് എത്രയാണോ കറിയിൽ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർക്കുക. ചൂടുവെള്ളം തന്നെ ചേർക്കണം കേട്ടോ. പിന്നെ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ജാറിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിക്കാം. ഇനി നമുക്കിതിലേക്ക് മീൻ ചേർക്കണം. അപ്പോൾ ഞാനിവിടെ 500 ഗ്രാം മീനാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറിയ മത്തിയാണ് കേട്ടോ, കുഞ്ഞമത്തി. അപ്പോൾ ചെറിയ മത്തിയൊക്കെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ നന്നാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നേ ഉള്ളൂ. അപ്പോൾ മത്തി തന്നെ വേണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള ഏത് മീൻ വെച്ചിട്ട് ഇതുപോലെ തന്നെ കറി ഉണ്ടാക്കാം. അപ്പോൾ ഇത് നന്നായി തിളക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിതിവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കറി. അപ്പോൾ നന്നായി തിളച്ചതിന് ശേഷം മാത്രം മീൻ ഇട്ട് കൊടുത്താൽ മതി. ഈ സമയത്ത് ഉപ്പ് നോക്കാം കേട്ടോ. കറിയിൽ ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. മീനിട്ടതിന് ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഈ മീൻകറി അടച്ചു വെക്കാതെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് 10 മിനിറ്റാണ് ഞാനിപ്പോൾ ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചുറ്റിച്ചു കൊടുക്കുക കേട്ടോ.
തവി വെച്ച് നമ്മൾ ഒരിക്കലും ഇത് ഇളക്കി കൊടുക്കരുത്, ചുറ്റിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ കറി ഇപ്പോൾ ഇവിടെ നന്നായി തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ മീൻ കറിയിൽ എത്ര കറിവേപ്പിൻ്റെ ഇല ചേർത്താലും അത്രയും നല്ലതാണ്. പിന്നെ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതാണ് ഇത് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മീൻ കറിയിൽ ലാസ്റ്റ് ചേർത്താൽ മതി കേട്ടോ ഉലുവ പൊടിച്ചത്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും കറിക്ക്. അപ്പം ഇനി ഇതൊന്നും കൂടെ ചിറ്റിച്ചു കൊടുക്കാം. അപ്പം ഞാൻ തുറന്ന് വെച്ച് വേവിച്ചതുകൊണ്ടാണ് നല്ല കുറുകിയ കറിയായിട്ട് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നല്ല ഗ്രേവി കിട്ടിക്കോളും. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർക്കാം. അപ്പോൾ ഇത് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും മീൻ കറിക്ക്. വെളിച്ചെണ്ണ ചേർത്തിട്ട് ഒന്നും കൂടി ചിറ്റിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല തിക്ക് ഗ്രേവിയാണ്, കുറുന്നനെയുള്ള കറിയാണ്. അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് 1 മണിക്കൂറിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോഴേക്കും പുളിയൊക്കെ നന്നായി കറിയിൽ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ കറിയുടെ ഒരു രൂപമാണിത്. 1 മണിക്കൂറിന് ശേഷമുള്ള നല്ല റെഡ് കളറിൽ നല്ല തിക്ക് ഗ്രേവിയുള്ള കറി ആയിട്ടുണ്ട്. നമുക്കിത് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കപ്പയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്ക്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നാളെ നല്ലൊരു റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്